ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനും അപ്സരയും കൂടി കുക്ക് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഇല്ലേ അപ്സര? ഞാനും അപ്സര കുക്ക് ചെയ്യും, രസം കഴിക്കും. എന്നാൽ അപ്സര കുക്ക് ചെയ്യും, ഞാൻ കഴിക്കും. ഞങ്ങളപ്പോൾ മീൻ മേടിക്കാൻ വേണ്ടി പോവാണ്. മീൻ എന്നൊക്കെ പറയുന്നത് അപ്സരക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ മീൻ മേടിക്കാൻ വേണ്ടി പോവാം. നമ്മളെവിടെ പോകുന്നത്? ഞങ്ങൾ വൈപ്പിലാണ് മീൻ മേടിക്കാൻ പോകുന്നത്. അതായത് 10 രൂപയുടെ മീൻ മേടിക്കാൻ നമ്മൾ 500 രൂപ പെട്രോൾ അടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊന്ന് കാണാം, അപ്സരയുടെ കുക്കിംഗ് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹെൽമെറ്റും വെച്ചിട്ട് ശരാ മീൻ മേടിക്കാൻ വന്നത്. തിലോപ്പിയാണ് നമ്മളപ്പോൾ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ അപ്സര കുക്കിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് ഗായ്സ്. എന്താ കുക്ക് ചെയ്യുന്നത് ഇപ്പൊ? എന്താ ദിയുടെ മാങ്ങ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന മാങ്ങ ഇതല്ല. ആഹാ. പിന്നെ വേറെ മാങ്ങയാ വെക്കല്. ഈ മാങ്ങ കിട്ടിയത് കൊണ്ട് ഈ മാങ്ങ. ഇത് മീനെല്ലാം വെള്ളത്തിലിട്ടുണ്ട്. മീനൊക്കെ നമുക്ക് അവരവിടെ നിന്ന് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. ഇനി എൻ്റെ പണിയാണ് തേങ്ങ പൊട്ടിക്കുക, ചിരണ്ട, പൊട്ടിക്കുക, ചിരണ്ട. ഇല്ലേ? അതാ എനിക്ക് പൊട്ടിക്കാനുള്ള വാക്കത്തിയത്. ഇനി വാക്കത്തിയൊക്കെ വീട്ടിൽ നിന്ന് കണ്ടെന്നും പറഞ്ഞ പ്രശ്നമാവുക. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി ഇടയ്ക്കിടയ്ക്ക് വരാം. നമ്മളൊരു നാത്തൂനുണ്ട് ഇവിടെ, അവളൊന്ന് പോയി വിളിക്കട്ടെ, അടുക്കള കയറ്റട്ടെ ഗായ്സ്. അപ്പോൾ നമ്മുടെ നാത്തൂൻ വന്നിട്ടിപ്പോൾ എന്തോ സ്പെഷ്യലായിട്ട് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താടി? ഹൗ ഡെയർ യു? മാങ്ങയിൽ ഉപ്പിട്ടുണ്ടോ? വെറുതെ ജസ്റ്റ് മാങ്ങ. അവിടെയും മാങ്ങ ഇവിടെയും മാങ്ങ. എന്നാ ബാ, പണിയുണ്ട്, ബാ ബാ, പണിയുണ്ട്, ബാ. ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ബാ, പണിയുണ്ട്, ബാ. നമ്മള് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. മമ്മി, എൻ്റെ ഗ്രാൻഡ് മദർ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്സരയാണ് ഇവിടുത്തെ കുക്കിംഗ്. അപ്പൊ നിന്റെ സഹായം വേണം. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയും തിലോപ്പി മീൻ ഫ്രൈയും പിന്നെ എന്താ അപ്സര മാത്രം. പിന്നെ ഉമ്മി വേറെ എന്തൊക്കെയോ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ താങ്കളെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എന്ത് സഹകരണം? എന്താണത്? ഒന്നുമില്ല, പണിയെടുക്ക. ഞാനും പണിയെടുക്കാൻ പോവാ. ഞാനും പണിയെടുക്കും, നീയും പണിയെടുക്കും. ഓക്കെ ഓക്കെ ഗൈസ്. അയ്യോടി, കുറച്ച് സൈഡായി പോയി. സാരില്ല, ഞാൻ തന്നെ ചെറുണ്ടനെ കൊണ്ടിട്ട് കുഴപ്പമില്ല. അന്നും ഇതേപോലെ തന്നെയാണല്ലോ പഠിച്ചോനെ ആയത്. ഞാൻ എന്തിനാന്നറിയാം ഇങ്ങനെ പൊട്ടിക്കണ? ഇതാകുമ്പോൾ എനിക്ക് വെള്ളം കളയാണ്ട് കുടിക്കാം, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഗൈസ്, പണി പാടോ എന്ന് കുട്ടി മക്കളെ നമ്മളത് ഇങ്ങനെ എടുക്കും. ഞാൻ സേവ് ചെയ്തു നോക്കി, തേങ്ങ വെള്ളം ഞാൻ സേവ് ചെയ്തു. വേണോടാ? ഞാനല്ലേ ചേരണ്ടേ? ഞാൻ ചേരണ്ടി തന്നത്, ഞാൻ ചേരണ്ടി കൊണ്ട്. വേണം? നിനക്ക് വേണം? എനിക്ക് വേണം. ഓക്കെ, അപ്പൊ ഇനി തേങ്ങ ഒക്കെ ചേർന്നിട്ട് വരാം. എനിക്ക് ഈ സ്കില്ല് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. തേങ്ങ വെള്ളം കളയാതെ തേങ്ങ പൊട്ടിക്കുന്ന സ്കിൽ. അത് കട്ട് ചെയ്ത് കഴിക്കുക. സവാള നല്ലതിയാണോ? സവാള കുറെ നാളായി ഇരുന്നിട്ടൊക്കെ. ഞാൻ ചെറുണ്ടെണ്ണം എടുക്കണമെന്നില്ല. എടുക്കണം. അതെ, ഞാൻ ചെറുണ്ടെണ്ണതൊക്കെ എടുത്തിട്ട്
സീ ഞാൻ ഭയങ്കര സ്കില്ലോട് കൂടിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. 2 കൈ വെച്ച് ചേരുണ്ട്. 2 കൈ വെച്ചിട്ടുണ്ടോ? അപ്സരേനെ എടുത്തോളൂ, എടുത്തോളൂ, അപ്സരേനെ എടുത്തോളൂ. ബാക്കി നിനക്ക് വേണം കേട്ടാ. ഈ കുട്ടി ഒന്നും കഴിക്കൂല. ഈ കുട്ടിക്ക് എന്ത് കഴിക്കാൻ കൊടുത്താലും ഒന്നും വേണ്ട. എന്ത് ചെയ്യാനാ? എന്റെ ഭാഗ്യം, എനിക്ക് കഴിക്കാലോ. അത് കളയാനല്ല പറഞ്ഞത്, ഏതെങ്കിലും ബൗളിൽ ഒഴിച്ച് വെക്കണം. പൗഡിയാണ് ഉമ്മീതാ നെട്ടുന്നു. ഞങ്ങൾ എന്താണ് ഈ അടുക്കളയിൽ പണിയുന്നതെന്ന് കണ്ട് ഉമ്മി നെട്ടുന്നു. ഉമ്മി അപ്സര മാമ്പഴ പുളിശ്ശേരി ഉമ്മിക്ക് സർപ്രൈസ്. ഉമ്മിക്ക് സർപ്രൈസ്. വൈപ്പിന് പോയി മേടിച്ചാ പോലെ ഉമ്മിക്ക് വൈപ്പിന് പുളിശ്ശേരിയും അടിപൊളി. നല്ല അടിപൊളി ഊണാണല്ലോ ഉച്ചയ്ക്ക്. ഉമ്മിക്ക് റെസ്റ്റ് ഒന്ന്. താങ്ക് യു. നല്ല കഷ്ടപ്പെട്ട് വരുമ്പോ ഒരു ദിവസത്തേക്ക് ഉമ്മിക്ക് വേണ്ടി നമ്മൾ കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. പറഞ്ഞുതരോ? ഉമ്മിക്ക് പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾക്ക് അറിയില്ല ഉണ്ടാകാൻ, സത്യമായിട്ട് അറിയില്ല. നമ്മള് നല്ല പഴുത്ത മാങ്ങ. ഈ മാങ്ങയല്ല ശരിക്കും മറ്റേ കുഞ്ഞു പുളിശ്ശേരി വെക്കുന്ന മാങ്ങയുണ്ട്, കുഞ്ഞു മാങ്ങ. ഇതിപ്പോ ഈ മാങ്ങ ആയതുകൊണ്ട് മാങ്ങ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് മാങ്ങേന്റെ വലിയ ഇതൊക്കെ ഇട്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം മാങ്ങ ഒന്ന് വേവിച്ചെടുക്കും. അതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും നല്ല മഞ്ഞപ്പൊടി ഇട്ടു ഇട്ട് അരച്ചു. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. അരച്ചിട്ട് നമ്മളത് ഇങ്ങോട്ട് ഇടും. ഇട്ടിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഇത് ഇടും. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തൈര് ഒഴിക്കും. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കടുക് തളിച്ചൊഴിക്കും. വിശക്കുന്നതാണ്. കുറച്ച് ഉലുവ, കുറച്ച് മുളക് പൊടി, കുറച്ച് കടുക്, വെളിച്ചെണ്ണ, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒഴിക്കും. ഇതിങ്ങനെ കുഴച്ച് ചോറോടെ വെക്കും. നല്ല മഴക്കാറ്, നല്ല കാറ്റ്. മിന്നലാണോ അത് പുറത്തത്തെ ട്യൂബാണോ? ട്യൂബ് ട്യൂബൊക്കെ ഇടുന്നേ. നല്ല മഴക്കാറുണ്ട് ഗൈസ്. ഇത് നമ്മളെന്താണ് തേങ്ങ ചിരണ്ടി വെച്ചത്, തേങ്ങ അരച്ചതാണ് നമ്മളിപ്പോൾ ഈ ഒരു പാത്രത്തിനകത്ത് ഇടാൻ പോകുന്നത്. ഗൈസ് നോക്കൂ, വാ ശല്യം എന്നൊക്കെ. നീ ഇതിൽ ഇച്ചിരി വെള്ളം ആഡ് ചെയ്യണ്ടേ? എന്നെ കണ്ട എന്നോട് പറയാൻ മടിച്ചാണ്, പണിയൊന്നും എടുക്കുന്നില്ല, പഴയൊന്നും എടുക്കുന്നില്ല. പക്ഷെ എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. ഒന്നും ചെയ്യിപ്പിക്കണ്ട, ഹെൽപ്പ് ചെയ്താൽ മതി. ഈ കൺട്രാക്ട് മീൻസ് ഈ അല്ല, ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ കൺട്രാക്ട് എന്ന് കേട്ടിട്ടില്ലേ? എന്താ പറയാ, കോൺട്രാക്ട് ആണോ? കോൺട്രാക്ടർ. സാധാരണ ലോക്കൽ ഭാഷയിൽ കൺട്രാക്ട് എന്ന് പറയും. അപ്പൊ കോൺട്രാക്ടർ വന്നിട്ട് പണിക്കാരെ കൊണ്ട് അത് ഇത് ചെയ്യും പറയും. അയാളൊന്നും ചെയ്യത്തില്ല. ഞാൻ പക്ഷെ അങ്ങനെയല്ല. ഞാൻ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. ഞാൻ ലീഡ് ചെയ്ത് കാണിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം. ഇപ്പൊ താനാണ് ലീഡർ. ഇപ്പൊ ഇവിടെ താനാണ് ഇല്ലേ? ഇപ്പൊ ഇവിടെ അപ്സരയാണ്. നമ്മൾ കാണുന്ന ഓർഡർ ചെയ്യിക്കലേ ഉള്ളൂ. കഴിഞ്ഞ അപമാനിച്ചെങ്കിൽ ഞാനങ്ങോട്ട് നീ പോണതാണ് എനിക്ക് നല്ലത്. ഞാൻ ഈ സ്ഥലത്തുനിന്ന് ഇപ്പൊ ഇവിടെ പക്ഷെ തൈര് ഒഴിക്കണം. എനിക്കിത് കാണണം എന്തൊക്കെയാ ചെയ്യണം എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ കഴിച്ച് തൈര് ഒഴിച്ചോണ്ടിരിക്കുകയാണ്. ഫിഷ് നമ്മളൊന്ന് മാറ്റുന്നു. വേഗാട്ടെ. നീ കഴിക്കുക ഞാൻ പറഞ്ഞ സാധനം. അതെ, കഴിക്കാന പണി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് സാർ. നീ ഒഴിക്ക്, തൈര് ഒഴിക്ക്. എനിക്കോ ഇല്ല. അരപ്പ ഇല്ല. ഇനി നമ്മള് തൈര് ഒഴിക്കാണ്. വെള്ളം കൂടി ആഡ് ചെയ്യാണ്. നമ്മുടെ പൊടി തൊട്ട് പേസും
ഉപ്പ്, പഞ്ചസാര, മുളക് വേണ്ട ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഞാൻ പോയിരുന്ന ട്രൗസർ മാറ്റിട്ട് ഇത് ചട്ടി ചൂടാവണ്ടേ? പോണത് നല്ലതാ ഇവിടെ നിന്ന്. എന്റെ വസ്ത്രത്തിലേക്ക് വന്നിരിക്കണം. അത് നമ്മള് മീൻ പിടിക്കുന്നു, അപ്സര ചെയ്തോണ്ട് പ്ലീസ്. അപ്സരയുടെ കുക്കിംഗ് ആണ്. എല്ലാ അപ്സര മസാലയുടെ അപ്സര. എന്ത് മീനാണ്? ഫിലോപ്പിയ. ബാക്കി എടുത്ത് വെച്ചോ. ബാക്കി നാളെ എടുക്കാൻ നോക്കി. നല്ല സ്മെല്ല് വരണ മീൻ പൊരിക്കണേന്റെ. നല്ല മസാല. ആ അവസരം സൂപ്പറില് നല്ല മസാല. ഉമ്മി മീൻ പൊരിക്കുമ്പോ ഈ സ്മെല്ലല്ല. മാമ്പഴ പൊടിച്ചിട്ട് റെഡിയായോ നമ്മളെ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഉമ്മി പൊരിക്കണത് ടേസ്റ്റ് ആണ്, പക്ഷെ ഇത് നല്ല സ്മെല്ല്. ഹായ്, നല്ല മണം. ടേസ്റ്റ് ഉണ്ടാകുന്നാണ് അപ്സര പറയുന്നത്. കണ്ടറിയാം. ടേസ്റ്റ് ഉണ്ടാവും. ആ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് കടുക് താളിച്ചത് ഇടാൻ വേണ്ടി പോവാണ്. അപ്സര എനിക്ക് കൊതിയാവണം കഴിക്കാൻ. ഞാൻ ഇളക്കിക്കോട്ടെ. ഭാഗ്യം അതെങ്കിലും തന്നില്ല. ഓ, നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ അവിടെ പാട്ട് പറഞ്ഞത്. അതെ, ഇതിന് ഇച്ചിരി പുളി കൂടുതലാണോ? പുളി വേണം. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കഴിക്കണ്ട. ഇവിടെ നമ്മളെ ഫിഷ് ഫ്രൈയും അതുപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് ഇന്നത്തെ ടെസ്റ്റർ. എടുത്തോട്ടെ. അത് എടുക്കാൻ വരുമ്പോൾ കയ്യിലേക്ക് സ്പൂൺ കൊണ്ട് അടിക്കുമോ? അടിക്കും. ഞാനപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്ന നല്ല പൊടി നമ്മൾ കിടില മസാല കേട്ടോ. നല്ല കിടില മസാല. സവാള ഉണ്ട്, സവാള ഇട്ടിട്ടുണ്ട്. പൊളി ഗൈസ്. ചൂട് അത്ര കൊള്ളാം കേട്ടോ. അത്ര സംഭവം തന്നെ കഴിച്ചു. മിന്ന കഷ്ടപ്പെടല്ലേ. ചൂടില്ല കഴിക്ക്. ചൂടുണ്ടാ? ഇല്ല മോളെ. അടിപൊളി. സംഭവം കലക്കിട്ടാ. അപ്സര നമ്മൾ വിചാരിച്ച പോലെ ഇല്ല കഴിച്ചല്ല. വന്നിരിക്കുന്നു. മീനിന്റെ മണം അടിച്ചിട്ട് വന്നേണോടാ നീ? ഉമ്മി മാറ്റി ഇങ്ങനെ തീർക്കല്ലേ? അത് ശരി. ഇപ്പൊ എല്ലാരും കൂടി കേറിയിട്ട് തീർക്കും. എടാ നല്ല മസാലടാ. അപ്സര കൊള്ളാല്ലേ? നേരത്തെ മാറോ? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അപ്സര കൊള്ളാട്ടോ. അപ്സര യു ആർ ഗ്രേറ്റ് അപ്സര. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് എത്രയും പെട്ടെന്ന് എല്ലാം ആവാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാണ്. നല്ലപോലെ ചോറ് കഴിക്കണം. അത് തന്നെ രാത്രി ഞങ്ങൾക്ക് വേറെ വിരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും പോകും.
പിന്നെ ചോറ് വെച്ചിട്ട് വരാം പറഞ്ഞാലും ഞാൻ എടുക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗൈസ്, അപ്സരക്ക് ദേഷ്യം പറഞ്ഞ് ഇറിറ്റേറ്റഡ് ആവുന്നു. അതുകൊണ്ട് ഞാനിത് അപ്സരനെ ഇനി കാണിക്കുന്നില്ല. എന്നൊക്കെ പറഞ്ഞാലും ഞാൻ കാണിക്കും. നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിരിക്കുകയാണ്. ഔട്ട്ലുക്കോ? മാമ്പഴ പുളിശ്ശേരിയും മീൻ ഫ്രൈയും. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതട്ടോ എൻ്റെ ഗ്രാൻഡ് മദർ ഉമ്മി കിടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിക്കട്ടെ അപ്സരക്ക് എന്താണ്. റസീമിനോടാണോ? ആഹാ, ഈ മാങ്ങാണ്ടി എനിക്കാണേ. ആഹാ, ഇത് കണ്ടല്ലോ, ഒരു രക്ഷയില്ലാട്ടാ, ഒരു രക്ഷയില്ലാത്തതാണ്. ഹലോ ബയാൻ ബൈ, കഴിക്കണ്ടേ ഫുഡ്? ഭയങ്കര ജാട, വേണ്ട, ചീത്ത പറഞ്ഞല്ലോ. അപ്പം നല്ല വിശക്കുണ്ട്, ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, അപ്സര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്സരനെ കഴിച്ചിട്ട് പറയൂ. പുളിയാ? ഓ, എൻ്റെ ഫേവറേറ്റാ. ഞാനും മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഇട്ടിട്ട് കഴിക്കട്ടെടാ. ഞാൻ അണ്ടിനെ എടുക്കൂട്ടോ, സോറി. ആഹാ, കൊതിയായിട്ട് പാടില്ല എനിക്ക്. നമ്മൾ മീൻ വറുത്തയിലേക്ക് പോവാണ്. തനിക്ക് തല്ലേ? എനിക്ക് വാല ഇഷ്ടം. ഇനി ഇതിനൊക്കെ എന്തൊക്കെ കമൻസ് വരുമോ എന്തോ. ഇനി ഇതെനിക്ക് ഇട്ട് തരുമോ? എൻ്റെ കയ്യിൽ ഇതായി പറ്റുമോ സക്കീർ ബൈക്ക്? ഈ കറി, ഇത് ഉമ്മിയുടെ തോരൻ. ആ, ചെമ്മീനും പടവലങ്ങേന്റെയും കറി. പടവലങ്ങയാ? ചെമ്മീനും സവാളയും മാത്രമേ ഉള്ളൂ. ഇത് പടവലങ്ങ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം ഞാൻ മാമ്പഴ പുളിശ്ശേരി കഴിക്കട്ടെ കേട്ടോ. ഇങ്ങനെ എടുത്ത്, ആഹാ, സൂപ്പർ, അടിപൊളി ഗൈസ്. രാവിലെ പഴങ്കഞ്ഞിൻ്റെ കൂടെ. ഓ, ഒരു പിടി മമ്മിക്ക് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ വാർത്തരട്ടെ? പുളിശ്ശേരിയും ചോറും വാർത്തരാം. വാ തുറക്ക്. ഗുഡ് ഗേൾ. ഇനി ബാക്കി ഉമ്മി വാരി കൊടുക്കും. ഉമ്മി ഇപ്പൊ വരും കേട്ടോ. ബാക്കി ഉമ്മി വാരി കൊടുക്കും ഗൈസ്. ഇനി മീൻ വറുത്തതും കൂടി ഒന്ന് ചെയ്യട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? സൂപ്പർ. ശരി, ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കട്ടെ ഗൈസ്. മമ്മിക്ക് മാറി കൊടുക്കണം. അപ്പോൾ അപ്സര, താങ്ക് യു സോ മച്ച്. ബൈ ഗായ്സ്.